യോഗിനും നീതുനും ഒരു കായ്കരി തോട്ടങ്ങൾ ഉണ്ടായിരുന്നു. രണ്ടുപേരും ചേർന്നിട്ട് തോട്ടങ്ങൾ വളർത്തുകയായിരുന്നു. പിന്നെ ആ പച്ചക്കറികളൊക്കെ എടുത്തിട്ട് അവർ മാർക്കറ്റിലും വിൽക്കുമായിരുന്നു. കായ്കറി വാങ്ങിച്ചോളൂ, കായ്കറി വാങ്ങിച്ചോളൂ, ശുദ്ധമായുള്ള കായ്കരി, ഉരുളക്കിഴങ്ങ്, തക്കാളി. ഉരുളക്കിഴങ്ങ് 15 രൂപ കിലോ, തക്കാളി 30 രൂപ. അവരുടെ ശുദ്ധമായ പച്ചക്കറികളൊക്കെ വേഗം തന്നെ തീർന്നു പോവും. കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് തന്നെ അവർ വാങ്ങി വെച്ച എല്ലാ സാധനങ്ങളും തീർന്നു പോവും. അതിനുശേഷം അവർ വീട്ടിലേക്കും വരും. വീട്ടിൽ അവരുടെ മകൾ റാണി അവർക്ക് വേണ്ടി കാത്തിരിക്കും. റാണിക്ക് സുഖമില്ലാത്തത് കൊണ്ട് അവൾ പകുതി നേരം അവൾ വിശ്രമിച്ചെടുക്കുകയായിരുന്നു. അമ്മേ, അച്ഛാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പക്കോട വാങ്ങിക്കൊണ്ട് വന്നോ? ഇല്ല മോളെ, ഇന്ന് മാർക്കറ്റിൽ ആ പക്കോട വെക്കുന്ന ചേട്ടൻ വന്നിട്ടേ ഇല്ല. നിനക്ക് വേണ്ടി ഞങ്ങൾ പക്കോട വാങ്ങിക്കൊണ്ട് വന്നില്ല. പക്ഷെ ഇവിടെ നോക്ക്, വാവ്, മാമ്പഴം. റാണീന് മധുരമുള്ള സാധനങ്ങൾ വളരെ ഇഷ്ടമാണ്. പക്ഷേ മധുരമുള്ള സാധനം അവൾ കഴിക്കുന്നത് ശരിയല്ല. റാണീന് ഹൃദയത്തിൽ പ്രശ്നമുണ്ട്. അവളുടെ ഓപ്പറേഷന് വേണ്ടിയാണ് അവരുടെ മാതാപിതാക്കൾ ഇത്രയും കഷ്ടപ്പെടുന്നത്. പിന്നെ അവര് ദിവസമുണ്ടാക്കുന്ന വരുമാനത്തിൽ കാശിൽ പകുതി അവളുടെ ചെലവിന് വേണ്ടിയാണ് മാറ്റിവെക്കുന്നത്. നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? നമ്മൾ എപ്പോൾ ഇത്രയും കാശുണ്ടാക്കി തീരും? അറിയില്ലല്ലോ, പക്ഷെ നമ്മളെ എല്ലാം ശ്രമിച്ചേ പറ്റുള്ളൂ. റാണിയാണ് അവളുടെ അച്ഛനമ്മയ്ക്ക് ജീവൻ. അവരെത്ര കഷ്ടപ്പെട്ടാലും അവർ ഇതുവരെ റാണീനാണ് രക്ഷിക്കാൻ നോക്കുന്നത്. ദിവസം രാവിലെ 5 മണിക്ക് അവർ വയൽ കാണാൻ വേണ്ടി ഇറങ്ങി നോക്കും. അവർ 9 മണിക്ക് ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർ മാർക്കറ്റിലേക്ക് പോവും പച്ചക്കറികൾ വിൽക്കാൻ വേണ്ടി. പിന്നെ അവർ മാർക്കറ്റിൽ നിന്നിട്ട് വെയിലത്തിൽ എല്ലാ പച്ചക്കറികളും വിൽത്ത് തീർക്കും. അതാണ് അവരുടെ ജോലി. ഒരു ദിവസം എന്ത് സംഭവിച്ചാൽ നീതും യോഗിയും വയലിൽ ജോലി ചെയ്യുകയായിരുന്നു. മോളെ, നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് മാർക്കറ്റിലേക്ക് പോകാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഞാൻ പോകാം. പക്ഷെ നിങ്ങൾ എവിടെയാ പോകുന്നത്? വെയിൽക്കാലം വരാൻ പോവല്ലേ. പിന്നെ ആ കാലാവസ്ഥ സമയത്തിൽ നമ്മൾ എഴുമിച്ചപ്പഴം വാങ്ങിയാൽ നല്ല കച്ചവടം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ എഴുമിച്ചപ്പഴത്തിന് വിത്ത് വാങ്ങാൻ പോവുകയാണ്. അല്ലാ തന്നെ മാർക്കറ്റിലെ എലുമിച്ചപ്പഴത്തിന് നല്ല വിലയാണ്. ശരി ശരി, തീർച്ചയായിട്ടും പോയിട്ട് വരൂ. നമ്മൾ എന്തെങ്കിലും ചെയ്ത് പെട്ടെന്ന് ഓപ്പറേഷനുള്ള കാശ് ഉണ്ടാക്കിയേ പറ്റൂ. ആ, നീതു എല്ലാ കായ്കറികളും എടുത്തിട്ട് അവൾ മാർക്കറ്റിലേക്ക് പോവുമായിരുന്നു. പിന്നെ യോഗി എലുമിച്ചപ്പഴത്തിന്റെ വിത വാങ്ങാൻ വേണ്ടി പോവുമായിരുന്നു. യോഗി ഒരു ചെടി കട കണ്ടിരുത്തി നിർത്തി. ചേട്ടാ പറയൂ, എനിക്ക് നാരങ്ങയുടെ വിത വേണ്ടിയിരുന്നു. ചേട്ടാ, ഒരു വിത്ത് പോലും ഇല്ല, എല്ലാം വിറ്റ് കളഞ്ഞു. ശരി. യോഗി മറ്റൊരു കടയ്ക്കും പോവുമായിരുന്നു. നാരങ്ങന്റെ വിതയുണ്ടോ ഇവിടെ? ഇല്ല ചേട്ടാ, എല്ലാം ഇതിവിടെ വിറ്റ് തീർത്തു. ശരി. യോഗി ഇതുപോലെ കുറെ കടയിലേക്ക് പോയി. പക്ഷെ അവൻ എവിടെയും നാരങ്ങന്റെ വിത്ത് കിട്ടിയില്ല. ഷേടാ, ഇപ്പൊ എന്താ ചെയ്യാ? ഞാൻ എന്താ ആലോചിച്ച് വെച്ചാൽ, നാരങ്ങന്റെ വിത വെച്ചിട്ട് നാരങ്ങ ഉണ്ടാക്കിയാൽ കച്ചവടം നന്നായിട്ട് ഉണ്ടാവുമല്ലോ, നല്ല കാശും കിട്ടും. പക്ഷെ എന്ത് ചെയ്യാനാ, എനിക്ക് ഒരു വിത പോലും കിട്ടിയിട്ടില്ല. യോഗി അത് ആലോചിച്ചുകൊണ്ട് നടന്നു പോവായിരുന്നു. അപ്പോഴാണ് അവന്റെ ശ്രദ്ധയ്ക്ക് കാട്ടുനടുവിലെ ഒരു വീട് കണ്ടെത്തി. ആ വീടിന്റെ പുറത്ത് തന്നെ ഒരു വലിയ തോട്ടമുണ്ടായിരുന്നു. പിന്നെ ആ മൊത്ത തോട്ടം വളരെ മോശമായിട്ടും ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആ മുത്തശ്ശി ആ മോശമായ തോട്ടമൊക്കെ ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. ആ നേരത്ത് യോഗി ആ മുത്തശ്ശിന്റെ അടുത്തേക്ക് ചെന്നു. എന്തു പറ്റി അമ്മേ? നിങ്ങളുടെ തോട്ടം ഇത്രയും വലുപ്പമായിട്ടുണ്ടല്ലോ, പക്ഷെ ഇതെന്താ ശുദ്ധമാക്കാതെ വെക്കുന്നത്? ഞാൻ എന്തു പറയാനാ മകനെ, എന്റെ കയ്യിൽ വലിയ തോട്ടമുള്ളത് നേരാണ്. പക്ഷെ ഇത് പരിപാലിക്കാൻ ആരും തന്നെ ഇവിടെ ഇല്ലല്ലോ. എന്റെ അവസ്ഥ നോക്ക്. ഈ വയസ്സായ കാലത്ത് ഈ ജോലിയൊക്കെ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ ചെയ്യാനാണ് മോനെ? ഒരു കുഴപ്പമില്ലമ്മേ, ഞാൻ നിങ്ങളുടെ തോട്ടമൊക്കെ ശുദ്ധമാക്കി തരാം. പിന്നെ യോഗി ആ തോട്ടമൊക്കെ ശുദ്ധമാക്കാൻ തുടങ്ങി. അവൻ അവിടെയുള്ള ആവശ്യമില്ലാത്ത ചെടിയൊക്കെ മുറിച്ചെടുത്തു. പിന്നെ ഉണങ്ങിയലയും മാറ്റിവെച്ചു. പിന്നെ എല്ലാ ചെടിയിലുള്ള ദൂഷികളൊക്കെ മാറ്റി വെച്ചു. പിന്നെ വെള്ളമൊക്കെ ഒഴിച്ചു. എല്ലാത്തിനും നന്നായിട്ട് വെച്ചു. അമ്മേ, ഞാൻ എല്ലാം ശുദ്ധമാക്കി വെച്ചു. ഇപ്പൊ കണ്ടില്ലേ, ഈ തോട്ടം വളരെ ഭംഗിയായിട്ടുണ്ട്. നിന്റെ കയ്യുകളിൽ മാന്ത്രികതയുണ്ട് മോനെ. അമ്മേ, ഞാനൊരു കൃഷിക്കാരൻ തന്നെയാണ്. എന്റെ അടുത്തും കുറച്ച് കായ്കറി തോട്ടമൊക്കെ ഉണ്ട് അമ്മേ. വളരെ നല്ലത്. ശരി അമ്മേ, ഞാൻ പോയിട്ട് വരാം. അല്ല, ഒന്ന് നിൽക്കു മോനെ. പിന്നെ വയസ്സായ മുത്തശ്ശി അകത്ത് പോയതിനു ശേഷം അവന്റെ കയ്യിൽ ഒരു ചെറിയ പൈ കൊടുത്തു. എന്താണമ്മേ ഇത്? നാരങ്ങ വിത്തുകളാ. നിനക്ക് ഈ നാരങ്ങ വിത്തുകൾ ആവശ്യമുണ്ടല്ലോ. പോ, ഇതും കൊണ്ടുപോ.
നിന്റെ തോട്ടത്തിൽ ഇതൊക്കെ വിതച്ചിട്. അമ്മയ്ക്ക് എങ്ങനെ അറിയാം എനിക്ക് നാരങ്ങ വിത്ത് വേണമെന്ന്? എനിക്കെല്ലാം അറിയാം. എനിക്കറിയാത്തതൊന്നും തന്നെ ഈ ലോകത്തിലില്ല മോനെ. യോഗി ആ ചെറിയ പയ്യം വാങ്ങിയിട്ട് താൻ ആ മുത്തശ്ശി വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയി. യോഗി വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അതിനു മുമ്പ് തന്നെ യോഗിയുടെ ഭാര്യ അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ വരാൻ ഇത്രയും സമയമായല്ലോ. നാരങ്ങ വിത്തുകൾ കിട്ടിയോ നിങ്ങൾക്ക്? ഏത് കടയിലും പോയാലും നാരങ്ങയുടെ വിത്ത് കിട്ടിയിട്ടേ ഇല്ല. വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിയിൽ കാട്ടിന് നടുക്കുവേ ഞാൻ ഒരു വീട് കണ്ടിരുന്നു. ആ വീടിന്റെ പുറത്ത് ഒരു വലിയ തോട്ടം ഉണ്ടായിരുന്നു. ഒരു വയസ്സായ അമ്മമ്മ ആ തോട്ടമൊക്കെ ശുദ്ധമാക്കുകയായിരുന്നു. ഞാൻ അവർക്ക് പോയി സഹായിച്ചു. അതുകൊണ്ടാണ് എനിക്ക് തിരിച്ചു വരാൻ ലേറ്റായത്. ശരി. പിന്നെ ഇത് കണ്ടില്ലേ, ആ വയസ്സായ അമ്മമ്മയാണ് എനിക്ക് ഈ നാരങ്ങ വിത്തുകൾ തന്നത്. പക്ഷെ അവർക്ക് എങ്ങനെ അറിഞ്ഞെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല നമുക്ക് നാരങ്ങ വിത്ത് വേണമെന്ന്. അതിശയമായിട്ടുണ്ടല്ലോ. ശരി, അത് വിടൂ. എങ്ങനെയെങ്കിലും നമുക്ക് ഈ വിത്തുകളെങ്കിലും കിട്ടിയല്ലോ. ഇപ്രാവശ്യമില്ലെങ്കിലും അടുത്ത പ്രാവശ്യം തീർച്ചയായിട്ടും ഈ നാരങ്ങയൊക്കെ വളരും. ഹാ, അതും ശരി തന്നെയാണ്. അടുത്ത ദിവസം യോഗേഷ് കുറച്ച് കുഴികൾ കുഴിച്ചു. അതിലൊക്കെ അവൻ നാരങ്ങ വിത്തുകൾ ഇട്ടു. പിന്നെ അതിന്റെ മുകളിൽ മണ്ണ് വെച്ച് മൂടിക്കളഞ്ഞു. നീതു, നീ ഇവിടെ വന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കൂ. നീതു അതിൽ വെള്ളം ഒഴിച്ച ഉടനെ അതിൽ പെട്ടെന്ന് വലിയ മരങ്ങളായിട്ട് വേഗം വളർന്നു വന്നു. അവര് രണ്ടുപേരും അത് കണ്ട് അതിശയപ്പെട്ടു. ആ മരം വളർന്ന ഉടനെ തന്നെ അതില് നാരങ്ങളും വളർന്നു. പക്ഷെ ഈ നാരങ്ങ വ്യത്യാസമായിട്ടുണ്ടായിരുന്നു. ആ നാരങ്ങയൊക്കെ മിന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത്രയും പ്രകാശമുള്ള നാരങ്ങയോ? യോഗി ഒരു നാരങ്ങ പറിച്ചു നോക്കിയപ്പോൾ അപ്പോഴാണ് അവൻ ഞെട്ടിയത്. ആ നാരങ്ങയൊക്കെ സ്വർണമായിരുന്നു. നീതു, ഇത് സ്വർണമാണ്. സ്വർണത്തിലുണ്ടായ നാരങ്ങ. എല്ലാ മരത്തിലും സ്വർണ്ണ നാരങ്ങ വളരെയായിരുന്നു. യോഗിയും നീതുവിനും അതിശയം തന്നെ അടിച്ചു. യോഗി ആ എല്ലാ സ്വർണ്ണ നാരങ്ങയും സേട്ടുവിന് വിറ്റു. പിന്നെ അവന് അതിൽ കുറെ പൈസയും കിട്ടി. പിന്നെ ആ പണം കൊണ്ട് തന്നെ തന്റെ മകൾക്ക് അവൻ വൈദ്യവും നോക്കി. നല്ല ന്യൂസാണ്, നിങ്ങളുടെ മകൾ ഓപ്പറേഷൻ സക്സസ്. ഇനി നിങ്ങളുടെ മകളും എല്ലാ കുട്ടികളെ പോലെ നോർമലായിട്ട് കളിക്കാൻ പറ്റും. ഇത് കേട്ട ഉടനെ യോഗിയും പിന്നെ അവന്റെ ഭാര്യയും കണ്ണിൽ ആനന്ദ കണ്ണീരായിരുന്നു. യോഗി ഒരു വലിയ തോട്ടവും വാങ്ങി. പിന്നെ അവൻ ഒരു വലിയ മാളികയും കെട്ടി. പിന്നെ അവന്റെ ജീവിതം തന്നെ വേറെ മാറി തന്നെ മാറി. നീതു, നമുക്ക് ആ വയസ്സായ മുത്തശ്ശിന്റെ അടുത്ത് നന്ദി പറഞ്ഞിട്ട് വരാം. അതെ, തീർച്ചയായും. യോഗി അവന്റെ ഭാര്യ അവന്റെ കൊച്ചും ആ കാട്ടിലേക്ക് മുത്തശ്ശിനെ കാണാൻ പോയി. ആ വീട് ഇവിടെ തന്നെയാണല്ലോ ഉണ്ടായിരുന്നത്. അത് എവിടെയാ പോയത്? അവിടെ ഒരു വീടും ഇല്ലായിരുന്നു. യോഗിനെ ആരാണ് സഹായിച്ചതെന്ന് അവനൊന്നും മനസ്സിലായിട്ടില്ല. അവൻ ദൈവത്തിന് വളരെ നന്ദി എന്നും പറഞ്ഞു. പിന്നെ അവന്റെ ജീവിതം വളരെ നന്നായിട്ടുണ്ടായിരുന്നു. രവി ഒരു മരം വെട്ടുകാരനാണ്. അവൻ കാട്ടിലുള്ള മരങ്ങൾ വെട്ടി തന്റെ ജീവിതം നയിച്ചു വന്നു. അവന്റെ കുടുംബത്തിൽ അവന്റെ ഭാര്യ സീതയും പിന്നെ 2 കുട്ടികളും ഉണ്ടായിരുന്നു, കോയൽ പിന്നെ വിജയ്. അവന്റെ കുട്ടികൾ അവനെ കാത്ത് ദിവസവും വാതിലിൽ നിൽക്കുമായിരുന്നു. അച്ഛൻ വന്നല്ലോ, അച്ഛൻ വന്നല്ലോ. അമ്മേ നോക്കൂ, അച്ഛൻ എത്തി. ഉടൻ തന്നെ സീത രവിയെ സഹായിക്കും. മരങ്ങളൊക്കെ താഴെ ഇറക്കി വെക്കും. അല്ല, ഇന്ന് മരങ്ങളൊക്കെ നല്ല ഭാരമുണ്ടല്ലോ. ആ, ഇന്നലെ മേസ്ത്രി പറഞ്ഞിരുന്നു നല്ല ഉറപ്പുള്ള നല്ല മരം വേണമെന്നാ പറഞ്ഞത്. ഏതോ മൃദംഗം ചെയ്യണമെന്നാ പറഞ്ഞ്. അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞത് നല്ല വലിയ മരം വെട്ടിക്കൊടുത്താ നല്ല 1000 രൂപ തരുന്നാ പറഞ്ഞ്. 1000 രൂപയോ? അതെ, അതുകൊണ്ടാ ഞാൻ രാവിലെ തൊട്ട് മരമൊക്കെ വെട്ടിക്കൊണ്ടിരുന്നത്. അദ്ദേഹം വരാനുള്ള സമയമായി. നീ പോയി ഒന്ന് ചായ ഉണ്ടാക്കിട്ട് വാ. ശരി ശരി, നിങ്ങൾ ചെന്ന് ആദ്യം കൈയും കാലും കഴുകിട്ട് വരൂ. സീത അടുപ്പിൽ ചായ ഇട്ടുകൊണ്ടിരുന്നു. അപ്പോഴാണ് കതക് തട്ടുന്ന ശബ്ദം കേട്ടത്. അച്ഛാ, മേസ്ത്രി ചിറ്റപ്പൻ വന്നിട്ടുണ്ട്. രവി കതക് തുറന്നു നോക്കി. നിങ്ങൾക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ഇത് കണ്ടില്ലേ? എന്റെ പൊന്നോ, ഇതാണ് ശരിക്കുള്ള മരം തോന്നുന്നു. നല്ല വലിപ്പമുണ്ടല്ലോ. അദ്ദേഹം ആ മരങ്ങളൊക്കെ എടുക്കാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ അദ്ദേഹത്തെ കൊണ്ട് ആ മരങ്ങളെ എടുക്കാൻ പറ്റിയില്ല. എന്റെ പൊന്നെ, ഇത്രയും കനമുള്ള മരം നീ എങ്ങനെയാണ് കൊണ്ടുവന്നത്? ചേട്ടാ, അത് എനിക്ക് ശീലമായി പോയി. എന്നെ കൊണ്ട് ഇത് ഒറ്റയ്ക്ക് എടുത്തിട്ട് പോകാൻ പറ്റില്ല. നീയും എന്റെ കൂടെ വരണം. നീ ഒരു കൈ കൊടുത്താലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. മേസ്തിരി രവിക്ക് 1000 രൂപ കാശ് നൽകി. സീതയും അപ്പോൾ തന്നെ 2 കപ്പിൽ ചായയുമായി അവിടെ എത്തി. അവർ രണ്ടുപേരും സന്തോഷത്തോടെ ചായ കുടിച്ചു. എനിക്കൊരു നഗരത്തിലുള്ള ഒരു വലിയ കോൺട്രാക്ട് കിട്ടിയിട്ടുണ്ട്.
അവർക്ക് ശുദ്ധമായി ഉണ്ടാക്കുന്ന ഫേർണിച്ചേഴ്സ് ആണ് വേണ്ടത്. പൈസയാണെങ്കിൽ നന്നായിട്ടും തരും. എനിക്ക് ഇതുപോലെ നല്ല കനമുള്ള മരമാണ് നീ വേണ്ടത്. ശരി ചേട്ടാ, ഞാൻ എടുത്തിട്ടൊന്ന് കൊണ്ടുവരാം. അതെന്തായാലും നന്നായി. എന്തായാലും നീ ഇത് എടുത്തിട്ട് എന്റെ ഫാക്ടറിയിലേക്ക് കൊണ്ടുപോവാ. എന്തായാലും ഈ മരത്തിന് നല്ല കനമുണ്ട്. അതെ ചേട്ടാ, സത്യമാണ്. ചായ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം രവി ആ മരങ്ങളെ തന്റെ തോളിൽ ചുമന്നുകൊണ്ട് മേസ്തിരിയുടെ പുറകെ പോയി. മേസ്തിരിയുടെ തൊഴിൽ സ്ഥാപനത്തിൽ അവൻ ആ മരങ്ങൾ വെച്ചു. എന്നിട്ട് മേസ്തിരിയോട് നന്ദി പറഞ്ഞിട്ട് അവൻ തിരിച്ചു വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് തിരിച്ചു വന്നതും തന്നെ അവന്റെ ഭാര്യ സന്തോഷത്തോടെ പറഞ്ഞു, ഇത് വളരെ നല്ല കാര്യമാണല്ലേ? അതെ, ഇതിന് എല്ലാത്തിനും കാരണം ദൈവത്തിന്റെ അനുഗ്രഹമാണ്. രവി ആ കാശ് സീതയുടെ കയ്യിൽ നൽകി. ഈ പൈസ വെച്ചിട്ട് കുട്ടികൾക്ക് സ്കൂളിൽ ചെലവ് ചെയ്തേക്ക്. ഇവർ രണ്ടുപേരുടെയും ഫീസ് 800 രൂപയാണ്. ബാക്കിയുള്ള കാശിൽ വീട്ടിലേക്ക് പലവ്യഞ്ജനങ്ങൾ വാങ്ങിക്കാം. ശരി. അടുത്ത ദിവസം തന്നെ സീത സ്കൂളിലേക്ക് പോയി ഫീസ് കെട്ടിക്കൊണ്ട് വന്നു. പിന്നെ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളും വാങ്ങി. ദൈവമേ, നിന്റെ കൃപ എപ്പോഴും ഞങ്ങൾക്ക് വേണം. ഈ അവസ്ഥ തുടർന്നാൽ എല്ലാം നല്ലതായി നടക്കൂ. കാശിന് ഞങ്ങൾ കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അമ്മേ, നമ്മൾ പണക്കാരാകുമല്ലേ? നിങ്ങൾ നിങ്ങളുടെ പഠിത്തത്തെക്കുറിച്ച് ശ്രദ്ധിക്കൂ. പണത്തിനെ കുറിച്ചൊന്നും ഓർമ്മിക്കരുത്. മനസ്സിലായോ? ദൈവം എല്ലാം നോക്കിക്കോളും. മറുവശത്തെ രവി വളരെ സന്തോഷത്തോടെ വലിയ വലിയ മരങ്ങൾ വെട്ടിക്കൊണ്ടേയിരുന്നു. ഈ വലിയ മരത്തിനെ 3 തുണ്ടായിട്ട് കട്ട് ചെയ്ത് വെക്കണം. എങ്ങനെ നോക്കിയാലോ ഒരു 3000 റുപ്യെങ്കിലും കിട്ടുമല്ലോ. കാശിനെ കുറിച്ച് ആലോചിച്ച് രവി ഒരുപാട് സന്തോഷിച്ചു. അവൻ ഒരു വലിയ കഷ്ണം മരം മുറിച്ചെടുത്തു. പിന്നീട് അവൻ അത് തോളിലേക്ക് കയറ്റി തന്റെ ഗ്രാമത്തിലേക്ക് നടന്നുപോയി. രവി മേസ്തിരിയുടെ തൊഴിൽ സ്ഥാപനത്തിൽ ആ മരം കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് മേസ്തിരി അവന്റെ കയ്യിൽ 1000 രൂപ കാശ് നൽകി. കാശ് കിട്ടിയതും രവിക്ക് ഒരുപാട് സന്തോഷമായി. ദിവസം തോറും ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടേയിരുന്നു. രവി വലിയ വലിയ മരങ്ങൾ വെട്ടി മേസ്തിരിയുടെ കയ്യിൽ വിറ്റുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിവസം രവി ഒരു വലിയ മരത്തിനെ വെട്ടിക്കൊണ്ടിരുന്നു. മരം അവൻ വെട്ടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഒരു വലിയ തെറ്റ് സംഭവിച്ചു. ആ മരം നേരെ അവന്റെ മേലിൽ ചെന്ന് വീണു. രവിയുടെ അലറൽ ശബ്ദം കേട്ട് തൊട്ടടുത്തുള്ളവരൊക്കെ ഓടി വന്നു. അവർ ആ മരം എടുത്തു മാറ്റി രവിയെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ചേർത്തു. ആ ഡോക്ടർ രവിക്ക് ചികിത്സ നൽകാൻ തുടങ്ങി. സീതയും അവന്റെ കുഞ്ഞുങ്ങളും ഹോസ്പിറ്റലിലേക്ക് വന്നു. അമ്മേ, അച്ഛന് ശരിയാകുമല്ലേ അമ്മേ? അതെ അതെ, ദൈവമുണ്ടല്ലോ, ദൈവത്തെ വിശ്വസിക്കാം. ഡോക്ടേഴ്സ് ഒരുപാട് സമയം വരെ രവിക്ക് ചികിത്സ നോക്കി. പിന്നീട് ഡോക്ടർ സീതയുടെ അടുത്തേക്ക് വന്നു. മരം വീണോണ്ട് അദ്ദേഹത്തിന്റെ ഇടുപ്പിലുള്ള എലുമ്പ് പൊട്ടിയിട്ടുണ്ട്. എന്റെ ദൈവമേ! അദ്ദേഹത്തിന് ഓപ്പറേഷൻ ചെയ്തേ പറ്റൂ. ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ 20 ലക്ഷം റുപ്യ ആവും. ഇത്രയും കാശിന് ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ കുടുംബത്തിൽ എന്റെ ഭർത്താവ് മാത്രമാണ് കാശുണ്ടാക്കിയത്. അങ്ങനെ വെച്ചാൽ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിനെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ഇതല്ലാതെ വേറെ ഒരു വഴിയുമില്ല. മുഴുവൻ ഫാമിലിയും സങ്കടത്തിലായി. രവിക്ക് ഇനി ഒരിക്കലും സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റാതെയായി പോയി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം രവിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇപ്പൊ എന്താണ് ചെയ്യുക? കുടുംബം എങ്ങനെയാണ് നടക്കാൻ പോകുന്നത്? കുട്ടികൾക്കുള്ള സ്കൂൾ ഫീസ് എവിടെ കൊണ്ടുവരാനാ? നിങ്ങൾ വിഷമിക്കേണ്ട, തീർച്ചയായും എല്ലാം ശരിയാകും. ആരും സഹായിക്കാനില്ലാത്തവർക്ക് ദൈവം തീർച്ചയായും സഹായിക്കും. ഭാഗ്യത്തിന് ഞാൻ എന്റെ കയ്യിൽ 5000 രൂപ ചേർത്ത് വെച്ചിട്ടുണ്ട്. ആ കാശ് വെച്ച് നമുക്ക് എന്തെങ്കിലും കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം. കോയൽ, വിജയ്, നിങ്ങൾ രണ്ടുപേരും അച്ഛനോടൊപ്പം ഇരിക്കൂ. ഞാൻ കടയിലേക്ക് പോയിട്ട് വരാം. ശരി അമ്മേ. സീത മാർക്കറ്റിലേക്ക് പോയി. അവൾ പച്ചക്കറികളുടെ വിലയൊക്കെ ചോദിച്ചു കൊണ്ടിരുന്നു. ഉരുളക്കിഴങ്ങ് എത്ര രൂപയാ? 1 കിലോ 30 റുപ്യാണ്. എന്റെ ദൈവമേ, ഇത്രയും രൂപയോ? എല്ലാ സ്ഥലത്തും ഇത് തന്നെയാണ് വില. വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കോ. സീത എല്ലാ കച്ചവടക്കാരോടും വില ചോദിച്ചു. പിന്നീട് പെട്ടെന്ന് ആ മാർക്കറ്റിൽ ഒരു മൂലയിൽ ഒരു കത്തിരിക്ക വിൽക്കുന്ന കടയുണ്ടായി. എന്റെ മോളെ, എന്റെ കയ്യിൽ നിന്നും നീ കത്തിരിക്ക വാങ്ങിക്കോ. എന്റെ തോട്ടത്തിലുള്ളതാ. എത്രയാ അമ്മേ? കിലോ വെറും 10 രൂപയാ. വില കുറവായതുകൊണ്ട് ഉടൻ തന്നെ സീത 1 കിലോ കത്തിരിക്ക വാങ്ങി. പിന്നീട് അവൾ തന്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി. പിന്നെ പെട്ടെന്ന് രൂപപ്പെട്ട ആ കത്തിരിക്ക കടയും മാഞ്ഞുപോയി. സീത വീട്ടിലേക്ക് പോയതും തന്നെ, അമ്മേ, നിങ്ങൾ എന്താ വാങ്ങിട്ട് വന്നത്? കത്തിരിക്ക വാങ്ങി മോളെ. നിങ്ങൾ രണ്ടുപേർക്കും കത്തിരിക്ക കൂട്ട് ചെയ്തു തരാം. കത്തിരിക്കേന്റെ കൂട്ടാന്റെ കൂടെ പൊറോട്ട ഉണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവില്ലേ? ഉള്ളത് വെച്ച് കഴിക്കാൻ പഠിക്കും മക്കളെ. എന്റെ ദൈവമേ! സീത വിജയെ വഴക്കു പറയാനായി പോവുകയായിരുന്നു. പെട്ടെന്ന് തന്നെ അവരുടെ മുൻപിൽ പൊറോട്ടയും കത്തിരിക്ക കൂട്ടും വന്നു. ഇതെവിടെ നിന്നാണ്? ആർക്കറിയാം അമ്മേ? ഇത്രയും സമയം ഇവിടെ ഇല്ലല്ലോ.
പക്ഷെ എങ്ങനെ? നിൽക്കൂ അമ്മേ, ഒരുപക്ഷെ എന്റെ കയ്യിൽ ഒരുപാട് പാവയുണ്ടെങ്കിൽ കൊള്ളാമായിരുന്നു. അവൾ ഇത് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെ അവിടേക്ക് ഒരുപാട് പാവകൾ വന്നു. എന്റെ ദൈവമേ, എന്റെ ഭർത്താവിന് രോഗം ഭേദമായാലേ ഞാനത് വിശ്വസിക്കൂ. ഉടൻ തന്നെ രവിയുടെ അസുഖവും മാറി. അദ്ദേഹം എണീറ്റ് നിന്നു. സീതയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ നിറഞ്ഞൊഴുകി. നന്ദി, ഒരുപാട് നന്ദി മാന്ത്രിക കത്തിരിക്കേ. സീതയും കുട്ടികളും രവിയെ കെട്ടിപ്പിടിച്ചു. എന്നെ തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്റെ കാലുകൊണ്ടാണ് നിൽക്കുന്നത്. ദൈവമേ, നിങ്ങൾക്ക് കൃപയോ കൃപ തന്നെ. രവിയുടെയും സീതയുടെയും എല്ലാ കഷ്ടങ്ങളും മുഴുവനായി മാറി. മൊത്ത കുടുംബവും സന്തോഷത്തോടെ ആയി. പിന്നെ പതുക്കെ പതുക്കെ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ഓരോരോ വസ്തുക്കളായി അവർ വാങ്ങി. മായ കത്രിക്കാവേ, എനിക്ക് കുറെ പൈസ തരൂ. ഈ പൈസ വെച്ചിട്ട് എന്റെ കുടുംബത്തെയും പിന്നെ മറ്റുള്ള കുടുംബത്തിനെയും ഞാൻ നോക്കണമെന്ന് ഞാൻ വാക്ക് തരുന്നു. രവിയുടെ മുൻപിലായി ഒരുപാട് കാശും സ്വർണ്ണ നാണയങ്ങളും വന്നു. മാന്ത്രിക കത്തിരിക്കേ, എനിക്കൊരു വലിയ വീട് വേണം. ആ വീട്ടിന്റെ മുൻപിലായി 2 പശുക്കളെയും വേണം. അങ്ങനെ പതുക്കെ പതുക്കെ രവിയുടെയും സീതയുടെയും വീട് ഒരു വലിയ ബംഗ്ലാവായി മാറി. അമ്മേ, പശുവിന്റെ ഒച്ച കേൾക്കുന്നുണ്ട്. അവരെല്ലാരും പുറത്തേക്ക് വന്നു നോക്കിയപ്പോൾ പുറത്ത് 2 പശുക്കൾ ഉണ്ടായിരുന്നു. സീത ഒരുപാട് സന്തോഷത്തിലായി. അവർ തിരിച്ചു വീണ്ടും അകത്തേക്ക് പോയി. ഇനി നമ്മൾ എന്തു ചോദിക്കാനാ? നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമുക്ക് കിട്ടി മക്കളെ. ഇനിയും നമ്മൾ ഒരുപാട് ചോദിച്ചാൽ അത് അത്യാഗ്രഹമായി പോകും. പിന്നെ അത്യാഗ്രഹത്തിന് ഒരു എല്ലയില്ലാതുപോലെ ഉണ്ടാവും കുട്ടികളെ. സീത ആ മാന്ത്രിക കത്തിരിക്കയെ കൊണ്ടുപോയി അലമരയിൽ വെച്ചു. പിന്നെ അന്നു മുതൽ രവിയുടെ കുടുംബം പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കാൻ തുടങ്ങി. ഇപ്പോൾ അവർ മറ്റുള്ളവരെ സഹായിക്കാനായി മാത്രമേ കാശ് ചോദിക്കാറുള്ളൂ. അവരുടെ ആ മാന്ത്രിക കത്തിരിക്ക എല്ലാ കഷ്ടത്തിനും ഒരു പരിഹാരമായി. പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കാൻ അത് വളരെ ഉപകരിച്ചു. പിന്നെ ആ മാന്ത്രിക കത്തിരിക്ക രവിക്കും സീതയ്ക്കും മാത്രമാണ് കിട്ടിയത്. എന്തുകൊണ്ടെന്നാൽ അവർ കുറച്ചുപോലും സ്വാർത്ഥതയില്ലാതെ മറ്റുള്ളവരെ സഹായിക്കാൻ ആഗ്രഹിച്ചു. മനോഹറും മധുവും പച്ചക്കറികൾ വിതയ്ക്കുകയായിരുന്നു. അവരുടെ വീട്ടിന് പുറത്തു തന്നെ ഒരു ചെറിയ തോട്ടം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം വ്യത്യസ്തമായ പച്ചക്കറികൾ നമ്മൾ നട്ടിട്ടുണ്ട്. അതേ മധു, ഈ പ്രാവശ്യം ഞാൻ ആദ്യമായിട്ട് കുമ്പളങ്ങയാണ് വിതച്ചിരിക്കുന്നത്. പച്ചക്കറികളൊക്കെ പെട്ടെന്ന് വിളഞ്ഞാൽ നമുക്ക് നല്ല ലാഭം കിട്ടും ചേട്ടാ. അതെ, അതിനു മുമ്പ് ഈ പയറുകളൊക്കെ നമ്മൾ നന്നായിട്ട് സൂക്ഷിച്ചു നോക്കണം. അതെ, അത് ശ്രദ്ധിച്ചല്ലേ പറ്റൂ. ഞാൻ വെള്ളം ഒഴിക്കാൻ പോകുന്നു. അവർ രണ്ടുപേരും ആ കൃഷിത്തോട്ടം വളരെ നല്ല രീതിയിൽ പരിപാലിച്ചു. ഈ കൃഷി മാത്രമാണ് അവരുടെ ഒരേ ഒരു വരുമാന മാർഗമായിരുന്നത്. പതുക്കെ പതുക്കെ ചെടികളിൽ പച്ചക്കറികൾ വളരാൻ തുടങ്ങി. ഇത് കണ്ട് അവർ രണ്ടുപേരും ഒരുപാട് സന്തോഷിച്ചു. പക്ഷെ ഒരു ദിവസം മധു ശ്രദ്ധിച്ചു. അവരുടെ വീട്ടിൽ പലവ്യഞ്ജന സാധനങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. ചേട്ടാ, നമ്മുടെ വീട്ടിൽ പലവ്യഞ്ജന സാധനങ്ങളൊന്നും തന്നെ ഇല്ല. ഇന്ന് ഒരു ദിവസത്തേക്കേ ഉള്ളൂ. ശരി, അങ്ങനെയാണോ? ശരി, അതൊന്നും പ്രശ്നമില്ല. ഞാൻ കുറച്ച് കായ്കറികൾ വിറ്റിട്ട് അത് മാർക്കറ്റിൽ കൊടുത്തിട്ട് വാങ്ങിട്ട് വരാം. ശരി ചേട്ടാ. അന്ന് രാത്രി അവർ രണ്ടുപേരും ഉറങ്ങിയതിനു ശേഷം വളരെ ശക്തമായി മഴ പെയ്യാൻ തുടങ്ങി. മഴയോടുകൂടെ തന്നെ കൊടുങ്കാറ്റും അടിക്കാൻ തുടങ്ങി. മഴ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. പെട്ടെന്ന് ഇടിയിടിക്കുന്ന ശബ്ദം കേട്ട് മധു എണീറ്റു. മഴയുടെ ശബ്ദം അവൾ കേട്ടു. എന്നിട്ട് അവൾ തന്റെ ഭർത്താവിനെ ഉണർത്താൻ ശ്രമിച്ചു. ചേട്ടാ, എണീക്കൂ, എണീക്കൂ, പുറത്ത് കൊടുങ്കാറ്റ് വീശുന്നുണ്ട്. എന്തു പറ്റി മോളെ? അതെ, അവിടെ ശബ്ദം കേൾക്കൂ. മനോഹർ കതകു തുറന്നു നോക്കിയപ്പോൾ, എന്റെ ദൈവമേ, കാറ്റ് എങ്ങനെ വീശുന്നു! മധു, ചെടി വേരുകളോടെ എല്ലാം പുറത്തേക്ക് വന്നു മോളെ. അല്ല, നിങ്ങൾ പെട്ടെന്ന് അകത്തേക്ക് വരൂ. മനോഹർ വീട്ടിനകത്തേക്ക് വന്നു. എന്നിട്ട് കതക് ചാരിയിട്ടു. എന്റെ ദൈവമേ, നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്യാനാ? വീട്ടിൽ ഒരു സാധനങ്ങളും ഇല്ല. ഇപ്പോൾ നമ്മൾ പട്ടിണി കിടക്കേണ്ടി വരും. അയ്യോ ദൈവമേ, എന്റെ കഷ്ടപ്പാടൊക്കെ എല്ലാം വീൺപോയല്ലോ. ഞാനിപ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? കരയല്ലേ മധു, തീർച്ചയായിട്ടും എന്തെങ്കിലും നല്ലതേ നടക്കുള്ളൂ. നമ്മൾ എന്തായാലും പട്ടിണിയായിട്ട് ഉണ്ടാവില്ല. നീ പേടിക്കണ്ട മോളെ. ഈ ഭയങ്കരമായ മഴ കാരണം അവരുടെ കൃഷി മുഴുവൻ നശിച്ചു കാണുമെന്നാണ് അവർ കരുതിയത്. അങ്ങനെ നേരം വെളുത്തു. മഴയും പതുക്കെ നിന്നു. പുയൽക്കാറ്റ് വീശുന്നതും നിന്നു. എല്ലാം തന്നെ നിശബ്ദമായി. മനോഹരും മധുവും അവരുടെ തോട്ടത്തിലേക്ക് വന്നു നോക്കി. ഇവിടെ ഉണ്ടായിരുന്നതെല്ലാം നശിച്ചുപോയി ചേട്ടാ. ഈ കുമ്പളങ്ങ ഒഴിച്ചു മോളെ. അവരുടെ കണ്ണിന് മുൻപിൽ ഒരു വലിയ കുമ്പളങ്ങ മാത്രം കണ്ടു. എനിക്ക് തോന്നുന്നു
നമുക്കിത് വിറ്റാൽ ഒരുപാട് കാശൊന്നും കിട്ടില്ല. ഇതെന്തുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ വെച്ചുകൂടാ? കുറഞ്ഞത് ഈ കുമ്പളങ്ങ വെച്ച് കുറച്ചു ദിവസത്തെ വീടിന്റെ പാടെങ്കിലും കഴിച്ചു കൂട്ടാം. ആ അതും ശരിയാണ്. ശരി വാ, നമുക്കിത് അകത്തേക്ക് കൊണ്ടുപോവാം. മനോഹർ ആ വലിയ കുമ്പളങ്ങ എടുത്തു. രണ്ടുപേരും വീട്ടിലേക്ക് നടന്നു പോയി. മനോഹർ ആ കുമ്പളങ്ങ അവരുടെ അടുക്കളയിൽ കൊണ്ടുവച്ചു. ആ കത്തി എടുത്തുക മോളെ. മധു കത്തി എടുത്ത് മനോഹറിന്റെ കയ്യിൽ കൊടുത്തു. മനോഹർ ആ വലിയ കുമ്പളങ്ങ കത്തി കൊണ്ട് കീറിയതും തന്നെ അതിനകത്തു നിന്നും ഒരു കുഞ്ഞു കരയുന്ന ശബ്ദം അവർക്ക് കേട്ടു. എന്താ ഇത്? ഒന്ന് പതുക്കെ വിട്ടു ചേട്ടാ. മനോഹർ വളരെ ശ്രദ്ധിച്ച് ആ കുമ്പളങ്ങ കീറി മുറിച്ചു. അപ്പോൾ അതിനകത്ത് ഒരു കൊച്ചു കുഞ്ഞുള്ളത് അവർ ശ്രദ്ധിച്ചു. എന്റെ ദൈവമേ, ഈ കുമ്പളങ്ങയിൽ എങ്ങനെയാ ഒരു കുഞ്ഞ്? ഇത് എന്തായാലും വിചിത്രമാണ്. എങ്ങനെയുണ്ടാവും? അതെ, കുഞ്ഞിന് വിശക്കുന്നെന്ന് തോന്നുന്നു. കൊച്ചിന് കുറച്ച് പാല് കൊണ്ടുപോവാ മോളെ. വീട്ടിൽ പാല് പോലുമില്ല. ഞാൻ അടുത്ത വീട്ടിൽ ചെന്ന് ചോദിച്ചു നോക്കാം. അതുവരെ നിങ്ങൾ ഇവനെ ശ്രദ്ധിച്ചോണേ. മധു പാൽ വാങ്ങാനായി അടുത്ത വീട്ടിലേക്ക് ചെന്നു. മറുവശത്തെ മനോഹർ കുഞ്ഞിനെ പരിപാലിച്ചു കൊണ്ടിരുന്നു. പക്ഷേ ഈ കുമ്പളങ്ങിന്റെ ഉള്ളിൽ എങ്ങനെയാണ് കുട്ടി വന്നത്? തീർച്ചയായിട്ടും ഇതൊരു സാധാരണ കുട്ടിയല്ല. ഇത് എന്തായാലും ഒരു അതിശയ കുട്ടിയാണ്. കുറച്ചു സമയത്തിനകം മധു പാലുമായി തിരിച്ചെത്തി. മധു ആ കുഞ്ഞിന് പാല് നൽകിയതും തന്നെ ഉടനെ ആ കുട്ടിയുടെ കയ്യിൽ നിന്നും സ്വർണ്ണ കാശുകൾ മഴ പോലെ പൊഴിയാൻ തുടങ്ങി. സ്വർണ്ണ കാശുകൾ കണ്ടതും മനോഹരും മധുവും സ്തംഭിച്ചു പോയി. ഇതൊന്നും സ്വപ്നമല്ലല്ലോ. ഇല്ല, ഇതൊക്കെ നേരാണ്. ഈ കൊച്ചൊരു സാധാരണ കൊച്ചല്ല. ഇതൊരു മായമന്ത്രം അടങ്ങിയുള്ള ഒരു കൊച്ചാണ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാ? ഈ കൊച്ചിന്റെ അച്ഛനമ്മ വരുന്നവരെ നമ്മൾ ഈ കൊച്ചിനെ നന്നായിട്ട് നോക്കണം. പിന്നെ ഈ സ്വർണങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാനാ? ഇത്രയും കൊല്ലം നമ്മൾ പാവപ്പെട്ടവരായിരുന്നു. ഇപ്പൊ ഇത്രയും സ്വർണം കൊണ്ട് നമുക്ക് പൈസക്കാരാവാൻ പറ്റും. അതുമാത്രമല്ലാതെ മറ്റവർക്ക് നമ്മൾ സഹായം ചെയ്യണം. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. പാവപ്പെട്ടവരുടെ കഷ്ടം എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അവർ രണ്ടുപേരും ആ കുഞ്ഞിനെ വളരെ നന്നായി ശ്രദ്ധിച്ചു. ആ സ്വർണം വിറ്റ് കിട്ടുന്ന കാശുകൊണ്ട് രണ്ടുപേരും ചേർന്ന് പാവപ്പെട്ട ജനങ്ങളെ സഹായിച്ചു. അവർ ദിവസവും പാവപ്പെട്ട ജനങ്ങൾക്ക് ആഹാരം നൽകി. ആ ദൈവം നിനക്ക് എപ്പോഴും നല്ലതേ ചെയ്യുമോളെ. വളരെ നന്ദി ചേട്ടാ. നന്ദിയുണ്ട് ചേട്ടാ. മനോഹരും മധുവും മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ വളരെയധികം സന്തോഷിച്ചു. ഒരു ദിവസം രാത്രി എന്ത് സംഭവിച്ചെന്നാൽ രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പോഴാണ് അവരുടെ വീട്ടിനു പുറത്തായി ഒരു കള്ളൻ അവർ ഉറങ്ങുന്നതും കാത്ത് അവിടെ നിന്നത്. കുറച്ചു ദിവസത്തിനു മുമ്പേ നമ്മൾ ആഹാരത്തിന് പോലും വഴിയില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ പാവപ്പെട്ടവർക്ക് ആഹാരം നൽകുന്നു. ഇതിനെല്ലാത്തിനും കാരണം ഈ അതിശയമായ കൊച്ചല്ലേ. എല്ലാം ദൈവം. ഈ കുട്ടിക്ക് നമ്മൾ പാൽ നൽകിയാൽ അതിന്റെ കയ്യിൽ നിന്നും സ്വർണം കിട്ടുന്നുണ്ട്. ഇക്കാര്യം മറഞ്ഞിരുന്ന കള്ളൻ കേട്ടു. ഇതാണോ കാര്യം? ഈ ചെറിയ കൊച്ചു ഒരു അതിശയ കൊച്ചാണല്ലേ. എന്നാ ഈ കൊച്ചു എനിക്ക് കിട്ടിയാൽ ജീവിതം മുഴുവനും എനിക്ക് കക്കേണ്ട ആവശ്യമില്ല. ഇവരുടെ അടുത്തുള്ള സ്വർണം കക്കുന്നതിന് ബദല് നമ്മൾ ആ കൊച്ചിനെ തന്നെ കട്ടാലോ. ആ കള്ളൻ അവരുടെ വീട്ടിന്റെ വാതിലിൽ തന്നെ ഇരുന്നു. അങ്ങനെ അവൻ മധുവും മനോഹറും ഉറങ്ങുന്നതുവരെ കാത്തിരുന്നു. കുറച്ചു സമയത്തിനകം തന്നെ അവർ രണ്ടുപേരും ഉറങ്ങിപ്പോയി. ഇതാണ് ശരിയായ നേരം. എങ്ങനെങ്കിലും ആ കൊച്ചിനെ ഇവിടുന്ന് കട്ടുകൊണ്ടുപോകണം. കള്ളൻ വീട്ടിനകത്തേക്ക് വന്നു. എന്നിട്ടവൻ തൊട്ടിലിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന ആ കുഞ്ഞിനെ കയ്യിലെടുത്തു. ആ കുഞ്ഞിനെ അവൻ എടുത്തതും തന്നെ അവൻ ആശ്ചര്യത്തിലായി പോയി. എന്താ ഇത്? ഈ കൊച്ചിന്റെ വെയിറ്റ് കൂടിക്കൊണ്ടേയിരിക്കുന്നുണ്ടല്ലോ. എന്റെ ദൈവമേ, ഈ കൊച്ചു എന്താണ് കഴിക്കുന്നത്? ഇതിനെ പൊക്കാൻ തന്നെ പറ്റുന്നില്ലല്ലോ. കുഞ്ഞിന്റെ വെയിറ്റ് സഹിക്കാതെ കള്ളൻ വീണ്ടും ആ കുഞ്ഞിനെ തൊട്ടിലിൽ തന്നെ ഇട്ടു. തൊട്ടിലിൽ കുഞ്ഞിനെ ഇട്ടതും തന്നെ കുഞ്ഞ് കരയാൻ തുടങ്ങി. കുഞ്ഞ് കരയുന്ന ശബ്ദം കേട്ടതും തന്നെ മനോഹറും മധുവും എണീറ്റു. മനോഹർ ആ കള്ളനെ പിടിച്ചു. എന്നിട്ട് അടിക്കാൻ തുടങ്ങി. എന്നെ വിട്, എന്നെ വിട്, എന്നെ വിട്ടേക്ക്. കള്ളൻ മനോഹറിനെ തള്ളി വിട്ടിട്ട് അവിടെ നിന്നും ഓടി. കള്ളൻ, കള്ളൻ, കള്ളൻ! മനോഹറിന്റെ ശബ്ദം കേട്ട് ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ തന്നെ അവിടെ എത്തി. ഇവൻ എന്റെ കൊച്ചിനെ കക്കാൻ വന്നതാണ്.
ഇവനൊക്കെ മരത്തിൽ കെട്ടിവെച്ച് അടിക്കണം ചേട്ടാ. ഇല്ല, ഇവനെ പോലീസിന്റെ അടുത്ത് കൊടുക്കണം. നിങ്ങൾ എല്ലാരും എന്റെ അടുത്ത് എന്തെങ്കിലും ചെയ്യുന്ന മുമ്പ് ഞാൻ പറയുന്നൊന്നും ദയവായിട്ട് ഒന്ന് കേൾക്കൂ. ഈ പാവപ്പെട്ടവനായ മനോഹർ ഈ കൊച്ചു വന്നതിന് ശേഷമാണ് ഇത്രയും പൈസക്കാരനായത്. ഈ കൊച്ചു ഒരു അതിശയ കൊച്ചാണ്. ഈ കൊച്ചിന്റെ കയ്യിൽ നിന്ന് സ്വർണ്ണ നാണയങ്ങൾ വരുന്നുണ്ട്. ഞാൻ തന്നെ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. സ്വർണ്ണ മഴയോ? അതിശയ കൊച്ചോ? എടാ മനോഹർ, ഈ കാര്യമൊന്നും ഞങ്ങളടുത്ത് പറഞ്ഞില്ലല്ലോ. നീ ഒറ്റയ്ക്ക് മൊത്തം സ്വർണം അടിച്ചു നോക്കാൻ നോക്കുകയല്ലേ? അതെ, ഇത് വളരെ തെറ്റാണ്. ഈ കൊച്ചിന് അവകാശം എല്ലാവർക്കും ഉണ്ട്, പിന്നെ ഈ സ്വർണത്തിലുമാണ്. അതെ അതെ, ഞാൻ സ്വർണ്ണമൊക്കെ പാവപ്പെട്ടവർക്കാണല്ലോ കൊടുത്തത്. അതൊന്നും ആവശ്യമില്ല. ആ സ്വർണങ്ങൾ ഞങ്ങൾക്കും വേണം, എനിക്കും. അപ്പോഴാണ് അവിടെ ഒരു ദേവത പ്രത്യക്ഷപ്പെട്ടത്. ആ കുഞ്ഞ് എന്റെ കുഞ്ഞാണ്. ഞാൻ ആ കുഞ്ഞിനെ മനോഹറിനും മധുവിനും നൽകി, പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കാൻ വേണ്ടി. പക്ഷെ നിങ്ങൾ എല്ലാരും സ്വാർത്ഥരാണ്. ഈ കുഞ്ഞു നൽകുന്ന സ്വർണം വാങ്ങിക്കാൻ മനോഹറിനും മധുവിനും മാത്രമാണ് അവകാശമുള്ളത്. ഇതിനുശേഷം ആരെങ്കിലും അവരുടെ കയ്യിൽ നിന്നും ആ കുഞ്ഞിനെ മോഷ്ടിക്കണമെന്ന് വിചാരിച്ചാൽ പിന്നെ ഞാൻ അവരാരെയും തന്നെ വെറുതെ വിടില്ല. മധു, മനോഹർ, ഇനി നിങ്ങളാണ് ആ കുഞ്ഞിന്റെ അച്ഛനും അമ്മയും. ശരിയായ സമയം വരുമ്പോൾ ഞാൻ ആ കുഞ്ഞിനെ എന്നോടൊപ്പം കൊണ്ടുപോകും. അതുവരെ ആ കുഞ്ഞ് നിങ്ങളുടെ കയ്യിലായിരിക്കും. ഇതുവരെ നിങ്ങൾ ഈ കുഞ്ഞിനെ നന്നായിട്ട് നോക്കി. ഇനിയും ശ്രദ്ധിച്ചോളൂ. ശരി ദേവതേ. ഇത് പറഞ്ഞിട്ട് ദേവത അവിടെ നിന്നും മറഞ്ഞുപോയി. ഗ്രാമത്തിലെ ജനങ്ങൾ ഒന്നും സംസാരിക്കാതെ പോയി. ഇപ്പോൾ മധുവും മനോഹറും ആ കുഞ്ഞിനോടൊപ്പം വളരെ സന്തോഷത്തോടെ ജീവിച്ചു. വീണ്ടും അവർ പാവപ്പെട്ട ജനങ്ങളെ സഹായിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്.